ഇങ്ങോട്ട് നോക്കിയേ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇപ്പോൾ ചെറിയ പണിയാണ്, ചെറിയതല്ല വലുത് പണിയാണ്. ഇപ്പം ഓൾറെഡി ഇവിടെ ഒന്ന് നിരപ്പാക്കിയപ്പോൾ വാഴയൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റിയായിരുന്നു. ഇപ്പോൾ പാളയംകുളം വാഴ കൂടുതലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചോട്ടിലൂടെ തന്നെ ഇച്ചിരി ചേമ്പ് നടാനും ഗ്യാപ്പിൽ ഇച്ചിരി നാലപ്പം വാഴ നടാനുള്ള സെറ്റപ്പാണ്. അവിടെ അത് നടണം. അതിൻ്റെ വഴിയിലോട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ റംബൂട്ടാൻ നട്ടിട്ടുണ്ട്, പിന്നെ കളച്ചക്ക നട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ മുട്ടച്ചീര തന്നെത്താനം ഉണ്ടാകുന്ന, നമ്മൾ വലിച്ചെറിഞ്ഞാൽ പള്ള പോലെ ഉണ്ടാകുന്ന ചീരയാണ് ഇവിടുത്തെ ഞങ്ങളുടെ കാലാവസ്ഥയിൽ. പാലായിലൊക്കെ മുട്ടച്ചീര പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഞൊട്ടാഞ്ഞാലി നിൽപ്പുണ്ട്. പിന്നെ ഇഷ്ടംപോലെ കപ്പളത്തൈ ഉണ്ടാകുന്നുണ്ട്. കപ്പളത്തൈ വാഴയുടെ ചോട്ടിൽ നമ്മൾ അടുപ്പിച്ച് നമ്മൾ ചേമ്പ് നടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെത്താനം ഉണ്ടാകുന്ന സാധനങ്ങളാണ് കപ്പളം, മുട്ടച്ചീര ഒക്കെ സംരക്ഷിച്ച് അതിൻ്റെ ഉള്ള ചോട്ടിലുള്ള പള്ളയൊക്കെ ചെത്തിക്കളഞ്ഞ് പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ഷെഡുണ്ടാക്കി ഇവിടെ പശുവിനെയും ആട്, കോഴി, താറാവ് അങ്ങനെയുള്ള വളർത്താൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണവും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.